കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ 10 പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരു പട്ടണത്തിൽ നിന്നും ഒരു ബസ് സ്റ്റാൻഡ് മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. 10-ാമത്തേത് തലയോലപ്പറമ്പ്. വൈക്കം താലൂക്കിലാണ് തലയോലപ്പറമ്പ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തലയോലപ്പറമ്പ്. കോട്ടയത്ത് നിന്നും 30 കിലോമീറ്ററും കൊച്ചിയിൽ നിന്നും 35 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. 9-ാമത്തേത് വൈക്കം. കോട്ടയം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് വൈക്കം. വൈക്കം മഹാദേവ ടെമ്പിൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വൈക്കം താലൂക്കിൻ്റെ ആസ്ഥാനമാണ് വൈക്കം. കോട്ടയം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് വൈക്കം. കോട്ടയത്ത് നിന്നും 30 കിലോമീറ്ററും കൊച്ചിയിൽ നിന്നും 38 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. 8-ാമത്തേത് കറുകച്ചാൽ. ചങ്ങനാശ്ശേരി താലൂക്കിലാണ് കറുകച്ചാൽ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കറുകച്ചാൽ. കോട്ടയം, പത്തനംതിട്ട ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. ചങ്ങനാശ്ശേരിയിൽ നിന്നും 14 കിലോമീറ്ററും കോട്ടയത്ത് നിന്നും 20 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. ചങ്ങനാശ്ശേരിയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. 7-ാമത്തേത് ഏറ്റുമാനൂർ. കോട്ടയം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഏറ്റുമാനൂർ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഏറ്റുമാനൂർ. കോട്ടയത്ത് നിന്നും 11 കിലോമീറ്ററും കൊച്ചിയിൽ നിന്നും 55 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കോട്ടയം താലൂക്കിലാണ് ഏറ്റുമാനൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 6-ാമത്തേത് മുണ്ടക്കയം. മണിമലയാറിൻ്റെ തീരത്താണ് മുണ്ടക്കയം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഹൈറേഞ്ചിൻ്റെ കവാടം എന്നും ഈ പട്ടണം അറിയപ്പെടുന്നു. പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മുണ്ടക്കയം. കോട്ടയം, ഇടുക്കി ജില്ലകളുടെ ബോർഡറിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ് മുണ്ടക്കയം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്ത് നിന്നും 52 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 5-ാമത്തേത് കാഞ്ഞിരപ്പള്ളി. കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട പട്ടണമാണ് കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് കാഞ്ഞിരപ്പള്ളി. പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കാഞ്ഞിരപ്പള്ളി. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കോട്ടയത്ത് നിന്നും 36 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 4-ാമത്തേത് പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ് പൊൻകുന്നം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പൊൻകുന്നം. കോട്ടയത്ത് നിന്നും 32 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്.
കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. മൂന്നാമത്തേത് പാല. കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പാല. കോട്ടയം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പാല. കോട്ടയം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. മീനച്ചിൽ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പാല. കോട്ടയത്ത് നിന്നും 28 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. രണ്ടാമത്തേത് ചങ്ങനാശ്ശേരി. കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ചങ്ങനാശ്ശേരി. അഞ്ചുവിളക്കിൻ്റെ നാട് എന്നറിയപ്പെടുന്ന പട്ടണമാണ് ചങ്ങനാശ്ശേരി. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കോട്ടയത്ത് നിന്നും 19 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ഒന്നാമത്തേത് കോട്ടയം. കോട്ടയം ജില്ലയുടെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും താലൂക്കിൻ്റെയും ആസ്ഥാനമാണ് കോട്ടയം. കൊച്ചിയിൽ നിന്നും 64 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. അക്ഷരനഗരി എന്നറിയപ്പെടുന്ന പട്ടണമാണ് കോട്ടയം. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണമാണ് കോട്ടയം. ആലപ്പുഴ, ഇടുക്കി ജില്ലകളുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.